ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവവചന കേൾക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് അനുഗ്രഹമാണ്. ഈ ദൈവവചന കേൾവിയും അപ്രകാരം നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും തൻ്റെ വചനം അയച്ച് നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി, സ്നേഹത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആയുസ് നീട്ടിത്തന്ന, ആരോഗ്യത്തിൽ നിലനിർത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം ആയുസ് തരുമ്പോൾ, ആരോഗ്യം തരുമ്പോൾ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കുകയാണ്. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ ആദ്യത്തെ വാക്യം മാത്രം ഇവിടെ വായിക്കുകയാണ്. ഐ ഹാവ് പ്ലാന്റഡ്, അപ്പൊല്ലോസ് വാട്ടേഡ്, ബട്ട് ഗോഡ് ഗേവ് ദ ഇൻക്രീസ്. വളരുമാറാക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. വളരുമാറാക്കുന്ന ദൈവം, ദൈവമത്രേ വളരുമാറാക്കുന്നത്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് ഈ ഒരു ദൂത് പതിയണം. വളരുമാറാക്കുന്നത് ദൈവമാണ്. പൗലോസ് പറയുന്നു, ദൈവമത്രേ വളരുമാറാക്കുന്നത്. കൊരിന്ത്യ സഭയെക്കുറിച്ച് പറയുകയാണ്. ഞാൻ നട്ട സഭയാണ്, ഞാൻ സ്ഥാപിച്ച സഭയാണ്. പൗലോസ് പറയും, ഞാൻ സ്ഥാപിച്ച സഭയാണ് കൊരിന്ത് സഭ. അപ്പൊല്ലോസ് നല്ല വാഗ്മിയാണ്, പ്രസംഗിക്കാൻ നല്ല കഴിവുള്ള ആളാണ്. അപ്പൊല്ലോസ് നിരന്തരം ആ സഭയിൽ വന്ന് വചനം പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നു, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു. കൊരിന്ത് ചർച്ചിനെ നട്ടത് ഞാനാണ്. അപ്പൊല്ലോസ് നിരന്തരം വന്ന് വചനം പറഞ്ഞ് അതിനെ നനച്ച് വാട്ടർ ചെയ്തു. പക്ഷേ വളർത്തിയത്, ആ സഭയെ വളർത്തിയത് നട്ട വ്യക്തിയല്ല, നനച്ച വ്യക്തിയല്ല. സഭയെ വളർത്തിയത് ദൈവമാണ്. അതാണ് പൗലോസ് പറയുന്നത്, ദൈവമത്രേ വളരുമാറ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചിന്തിച്ചോണം. ഹെൽപ്പ് ചെയ്തവർ കാണും, സഹായിച്ചവർ കാണും, പക്ഷേ വളരുമാറാക്കുന്നത് ആരാ? ദൈവമാണ്. ഇംഗ്ലീഷിൽ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ട പദം, ഗോഡ് ഗേവ് ദ ഇൻക്രീസ്. ബട്ട് ഗോഡ് ഗേവ് ദ ഇൻക്രീസ്. ഇൻക്രീസ് ആക്കിയത്, വർദ്ധിപ്പിച്ചത്, വളർത്തിയത് അത് ദൈവമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം വളർത്തുന്ന ദൈവമാണ്. തളർത്തുന്ന ദൈവമല്ല, തകർക്കുന്ന ദൈവമല്ല, നശിപ്പിക്കുന്ന ദൈവമല്ല, ഇൻക്രീസ് തരുന്നൊരു ദൈവം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഗോഡ് ഗേവ് ഇൻക്രീസ്. വളരുമാറാക്കുന്ന ദൈവം, നിങ്ങളെ വളർത്തുന്നൊരു ദൈവമുണ്ട്, തലമുറകളെ വളർത്തുന്നൊരു ദൈവമുണ്ട്. ഗോഡ് ഗേവ് ദ ഇൻക്രീസ്. ദൈവം ഒരുവനെ വളർത്താൻ തീരുമാനിച്ചാൽ, ദൈവം ഒരു വ്യക്തിയെ ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിച്ചാൽ, ആ വ്യക്തിയുടെ അതിരുകളെ വിശാലമാക്കാൻ തീരുമാനിച്ചാൽ, ആർക്കാണ് ആ ഇൻക്രിമെൻറ്റിനെ, ആ ഇൻക്രീസാകുന്ന അവസ്ഥയെ നശിപ്പിക്കാൻ കഴിയുക? ആർക്കും സാധ്യമല്ല. പൗലോസ് പറയുക, വളരുമാറാക്കിയത് ദൈവമാണ്. അതുകൊണ്ട് 7-ാം വാക്യത്തിൽ വായിച്ചു, ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. വളരുമാറാക്കുന്ന ദൈവം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞേ, എന്നെ വളർത്തുന്നൊരു ദൈവമുണ്ട്, എന്നെ ഇൻക്രീസ് ആക്കുന്നൊരു ദൈവമുണ്ട്. ഈ ഇൻക്രീസ് ആക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ, വളർത്തും എന്ന് പറയുമ്പോൾ, വളരുമാറാക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം, അത് സ്പിരിച്വൽ ലെവലിൽ, സ്പിരിച്വൽ റലത്തിൽ വേണം നമ്മളതിനെ ചിന്തിക്കാൻ. എൻ്റെ ആത്മീക ജീവിതത്തെ വളർത്തുന്നൊരു ദൈവം. എൻ്റെ ഭൗതിക ജീവിതത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ആത്മീക സഭ വളർന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോൾ നമ്മൾക്ക് ഇൻക്രീസ് തരുന്ന ദൈവം, നമുക്ക് ഇൻക്രിമെൻ്റ് തരുന്ന ദൈവം, നമ്മളെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അതെല്ലാം ആത്മീകമായി നമ്മളെ വളർത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് വായിക്കുന്നത്. ഇപ്പോൾ ഭൗതിക തലത്തിൽ നമുക്കൊരു വളർച്ച കിട്ടി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നിസ്തുല്യതയില്ല. കാരണം എത്രയോ പേര്, ദൈവത്തെ അറിയാത്ത വ്യക്തികൾ പോലും ഭൗതിക തലത്തിൽ അവർക്കൊരു ഇൻക്രീസ് ഉണ്ടാകുന്നു. അതൊരു കാലം കഴിയുമ്പോൾ നിൽക്കും. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മുടെ ആത്മീയ തലത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് ഒരു ഇൻക്രിമെൻറ്റ്, ആത്മീക ജീവിതത്തിനകത്ത് ഒരു ഇൻക്രിമെൻറ്റ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ,
ഭൗതിക ജീവിതത്തിനകത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലുമില്ല. അത് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ചില വ്യക്തികൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം നടന്നു പോകണം. എന്നാൽ അതിൻ്റെ അടുത്ത പടിയിൽ എന്താണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് സമയമില്ല. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 16 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് അതിൻ്റെ 19-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര. എന്ന് പറഞ്ഞാൽ ഈ 30, 40, 50, 60, 80, 85, 90 വയസ്സ് മാത്രം ദൈർഘ്യമുള്ള ഈ ആയുസ്സിൽ മാത്രമാണ് നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരിലും അരിഷ്ടത. അതായത് ഈ 90 വയസ്സ് വരെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ മക്കൾക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകണം. അതിനാ പറയുന്ന ഈ ആയുസ്സിൽ മാത്രം. അങ്ങനെ ജീവിക്കുന്നൊരു വ്യക്തിത്വമാണെങ്കിൽ, അങ്ങനെ കർത്താവിനെ പിന്തുടരുന്ന വ്യക്തിയാണെങ്കിൽ ബൈബിൾ പറയുന്നു സകല മനുഷ്യരിലും അരിഷ്ടരാണ്. എന്നാൽ ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്, ഇതിനപ്പുറത്തൊരു ചാപ്റ്ററുണ്ട്. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത്. പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, കഷ്ടത വന്നിട്ടുണ്ട്. എന്നാൽ ആ സാഹചര്യങ്ങളിലെല്ലാം തൻ്റെ ഒരു നിലപാട് വ്യക്തമാണ്. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യങ്ങൾ വായിക്കുന്നത്, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ, തൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്ക് അറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. 3 കാര്യങ്ങളാണ്. 1 ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം. 2 എനിക്കറിയാം. 3 ഞാൻ ശീലിച്ചിരിക്കുന്നു. തൻ്റെ ജീവിത അനുഭവങ്ങൾ തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. തനിക്ക് ഒരുപാട് അറിവുകൾ കിട്ടി. താൻ ശീലിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ്? ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിൽ, സമൃദ്ധിയിൽ, വിശപ്പിൽ, ഇല്ലാത്ത അവസ്ഥയിൽ, ഉള്ള അവസ്ഥ, ഇതെല്ലാം താൻ അനുഭവിച്ചു. ഒരു മനുഷ്യൻ ഇതെല്ലാം അനുഭവിക്കണം. എങ്കിൽ മാത്രമേ അവൻ യഥാർത്ഥത്തിൽ ഒരു കംപ്ലീറ്റ് വ്യക്തിയായി തീരത്തുള്ളൂ. പൗലോസ് പറയും, ഞാനിതെല്ലാം അറിഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, ശീലിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ എന്നെ സഹായിച്ചതാരാ? 13-ാം വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയും. അതേ പ്രിയരെ, ഇന്നത്തെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ ഓവർകം ചെയ്യാൻ നിങ്ങളെ ശക്തീകരിക്കുന്നൊരു ദൈവമുണ്ട്. പൗലോസ് പഠിച്ചു, പൗലോസ് അറിഞ്ഞു, പൗലോസ് ശീലിച്ചു. അതിനുവേണ്ടി പൗലോസിനെ ശക്തനാക്കിയത് സർവശക്തനായ ദൈവമാണ്. എന്നെ ശക്തനാക്കുന്നവൻ. ഇംഗ്ലീഷ് വായിക്കുന്നത്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻസ് മീ. എൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും എനിക്ക് അതിനെ നേരിടാൻ, അതിനെ ഓവർകം ചെയ്യാൻ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതേ പ്രിയരെ, അതാ ഞാൻ പറഞ്ഞത്, ഭൗതിക തലത്തിൽ ഉയർച്ച താഴ്ചകൾ വരുമ്പോൾ നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ആത്മമനുഷ്യൻ, നമ്മുടെ അകത്തെ മനുഷ്യൻ ഇൻക്രീസ് ആകണം. അതിനെ ഇൻക്രീസ് ആക്കുന്നത് ദൈവമാണ്, വളർത്തുന്നത് ദൈവമാണ്. പുതിയ നിയമത്തിലെ വാക്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളെ വളർത്തുന്ന, നമ്മളെ ഇൻക്രീസ് ചെയ്യുന്ന ദൈവമാണ്. പിശാച് ഒരിക്കലും നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കത്തില്ല. ഭൗതിക തലത്തിൽ ക്ഷീണം കൊണ്ടുവരുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനെ ക്ഷീണിപ്പിക്കാനാണ്. എന്നാൽ പൗലോസ് പറയുന്നു, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചാലും ഞങ്ങളുടെ അകത്തെയുള്ളവൻ, അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ശക്തിപ്പെടുകയാണ്. അതേ പ്രിയരെ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, പുറമേ ഉള്ള കാര്യങ്ങൾ എത്ര ക്ഷയിച്ചാലും അകത്തെ മനുഷ്യൻ, സ്പിരിച്വൽ മാൻ, ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ആത്മമനുഷ്യൻ ഓരോ ദിവസവും ഇൻക്രീസായി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ചെയ്യുന്നത് മനുഷ്യരാരുമല്ല, ദൈവമാണ്. വളരുമാറാക്കുന്ന ദൈവം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പ്രതിസന്ധികൾക്ക് തളർത്താൻ കഴിയാത്ത, പ്രതികൂലങ്ങൾക്ക് തളർത്താൻ കഴിയാത്ത ഒരാത്മമനുഷ്യൻ ആയി എനിക്ക് മാറണമെന്ന്? നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അപ്രകാരം വളർത്തും. കാരണം വളരുമാറാക്കുന്നത് ദൈവമാണ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ മനസ്സ് വെക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിച്ചു തുടങ്ങുന്നുവെങ്കിൽ, പ്രതിസന്ധികൾക്ക് നശിപ്പിക്കാൻ കഴിയാത്ത ഒരു ആത്മീക ജീവിതം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ദാനം ചെയ്യും. എഫേസ്യ ലേഖനം 4:15 വീണ്ടും വളരുന്ന കാര്യത്തെക്കുറിച്ച്, ഇൻക്രീസ് ആവുന്ന കാര്യത്തെക്കുറിച്ച് പറയുക, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ക്രിസ്തുവെന്ന തലയോളം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാന പൂർത്തിയെക്കുറിച്ച് പറയുകയാണ്. യേശുക്രിസ്തുവിനോളം വളരണമെന്ന്
പറയുകയാണ്. ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സകലത്തിലും ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ സഭയിലെ അംഗങ്ങളായ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. വളരുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. 1 പത്രോസ് 2:2-3 ഏറ്റവും പരിചയമുള്ള വാക്യങ്ങളാണ്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പിൻ, കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. നോക്കിക്കേ, വചനത്തിനകത്ത് വളരുക, ക്രിസ്തുവെന്ന തലയോളം വളരുക, വചനത്തിനകത്ത് വളരുക. ഇപ്രകാരം ക്രിസ്തുവെന്ന തലയോളം നമ്മൾ വളർന്നാൽ, നമ്മൾ വചനത്തിനകത്ത് വളർന്നാൽ, നമ്മളെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ആമേൻ. ഇതിനകത്തൊരു വളർച്ച സംഭവിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചു പോകുന്നത് കേട്ടോ. വളരുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. 2 പത്രോസ് 3-ാം വാക്യത്തിൽ വായിക്കുന്നു, കൃപയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ, അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. എന്താ പറഞ്ഞത്? കൃപയിൽ വളരണം. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ, ഇംഗ്ലീഷിൽ വായിക്കുന്നത് നോളജ് ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ എത്രത്തോളം അറിയുന്നോ, ആ പരിജ്ഞാനത്തിനകത്ത് എത്രത്തോളം കയറി വരുന്നോ, അത്രത്തോളം അനുഗ്രഹമാണ് ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവെന്ന തലയോളം വളരണം, വചനത്തിനകത്ത് വളരണം, കൃപയിൽ കർത്താവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിനകത്ത് വളരണം. യോഹന്നാൻ സ്നാപകൻ യേശുവിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഹീ മസ്റ്റ് ഇൻക്രീസ് ബട്ട് ഐ മസ്റ്റ് ഡിക്രീസ്. അവൻ വളരണം, ഞാനോ കുറയണമെന്ന് ഉത്തരം പറഞ്ഞു. ഇന്ന് മെസ്സേജ് കേൾക്കുമ്പോൾ എത്ര ദൈവമക്കളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിനകത്ത് ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്ക് അങ്ങയെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിനകത്ത് വളരണം, ഞാൻ എന്നിൽ കുറയട്ടെ, എന്നിൽ ക്രിസ്തു വളരട്ടെ, വചനം എന്നിൽ വളരട്ടെ, ലോകം എന്നിൽ കുറയട്ടെ, പാപം എന്നിൽ ഇല്ലാതാകട്ടെ, വിശുദ്ധി എന്നിൽ വളരട്ടെ. വളർച്ച തരുന്ന ദൈവമുണ്ട്, സഭയെ വളർത്തുന്ന ദൈവമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആദിമ സഭയുടെ ആരംഭത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന സമയത്ത് പറയുന്നു, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർത്തു. അപ്പം സഭയോട് വ്യക്തികളെ ആഡ് ചെയ്യുന്നത് മനുഷ്യനല്ല, കർത്താവ്. കൊരിന്ത് സഭയെ വളർത്തിയത്, അതിനുവേണ്ടി അധ്വാനിച്ച ഒരുപാട് പേരുണ്ട്, പക്ഷെ വളർത്തിയത് ദൈവമാണ്. ക്രെഡിറ്റ് മുഴുവൻ വളരുമാറാക്കുന്ന ദൈവത്തിനാണ്. നമ്മുടെ ആത്മീക ജീവിതത്തെ വളർത്തുന്നത് ദൈവമാണ്, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തെ വളർത്തുന്നത് ദൈവമാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ തളർത്താൻ ആർക്കും കഴിയത്തില്ല. ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ കേട്ട വാഗ്ദത്തങ്ങൾക്കും ദൂതുകൾക്കും പ്രതികൂലമാണെങ്കിലും ഉള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് കൃപ ഏറ്റെടുക്കാൻ ഒരു വ്യക്തി തയ്യാറായാൽ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം, പക്ഷേ ഈ ദൂത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഈ മെസ്സേജ് നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ്, മറ്റൊന്നുമല്ല. ഉള്ള അവസ്ഥയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം വളരുമാറാക്കുന്നത് ദൈവമാണ്. ഈ ദൂത് അകത്തോട്ട് കയറും. പറഞ്ഞേ, എന്നെ വളർത്തുന്നത് ദൈവമാണ്, എൻ്റെ തലമുറകളെ വളർത്തുന്നത് ദൈവമാണ്, എൻ്റെ ശുശ്രൂഷയെ വളർത്തുന്നത് ദൈവമാണ്, എൻ്റെ സ്പിരിച്വൽ ലൈഫിനെ വളർത്തുന്നത് ദൈവമാണ്, എൻ്റെ ചർച്ചിനെ വളർത്തുന്നത് ദൈവമാണ്. എഫേസ്യ ലേഖനം 1:11-12 വാക്യങ്ങൾ, അവനിൽ നാം അവകാശം പ്രാപിച്ചും തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം. അപ്പം അത് ശ്രദ്ധിച്ചോ, സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം എന്ന് പറഞ്ഞാൽ സകലവും പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. സകലത്തിൻ്റെയും പിന്നിൽ ചരട് വലിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവമാണ്. 1 കൊരിന്ത്യർ ലേഖനം 12:11 വായിക്കുന്നാൽ, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ആത്മീക വരങ്ങളെക്കുറിച്ച്, പ്രവചന വരത്തെക്കുറിച്ച്, ഭൂതവശാന്തി വരത്തെക്കുറിച്ച്, വിവേചന വരത്തെക്കുറിച്ചൊക്കെ ആത്മീക വരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് തിരുവചനം പറയുകയാണ്, എന്നാൽ ഇത്രയും വരങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് ആത്മീക വരങ്ങളുണ്ട്, പക്ഷേ എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അപ്പോൾ പ്രവർത്തിക്കുന്നത് ആരാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം നമുക്കുണ്ടെങ്കിൽ ആരാ പ്രവർത്തിക്കുന്നത്? നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്.
എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് സകലവും പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നു പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്: എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. ഒരു വ്യക്തി ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി പ്രവർത്തിക്കുന്നത് ആര്? ദൈവമാണ്. താങ്കളെ ദൈവം ഉപയോഗിക്കണമെങ്കിൽ പ്രവർത്തിക്കുന്ന ദൈവത്തോട് ചേർന്ന് നടക്കുക. അവിടുന്ന് പ്രവൃത്തിയിൽ ശക്തിമാനായ ദൈവമാണ്. റോമാലേഖനം 15:18 ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല, പൗലോസ് പറയുക. അപ്പോൾ പൗലോസിലൂടെ പ്രവർത്തിച്ചതാരാ? ക്രിസ്തുവാണ്. പൗലോസിലൂടെ പ്രവർത്തിച്ചത് എന്താ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അങ്ങനെയാണെങ്കിൽ എന്നിലൂടെയും നിങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നത് ക്രിസ്തുവാണ്. എന്നിലൂടെയും നിങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. കഴിഞ്ഞ ദിവസം ദൈവവചനത്തിൽ നമ്മൾ ചിന്തിച്ച ഭാഗമാണ് മർക്കോസിലെ സുവിശേഷം 16:20. അവിടെ ശിഷ്യന്മാരെക്കുറിച്ച് വായിക്കുന്നത് എന്താ? കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ച് അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അങ്ങനെയാണെങ്കിൽ പ്രവർത്തിക്കുന്നതാരാ? വർദ്ധിപ്പിക്കുന്നതാരാ? വളർത്തുന്നതാരാ? വിശാലതയിലേക്ക് കൊണ്ടുവരുന്നതാരാ? സർവശക്തനായ ദൈവമാണ്. വിശ്വസിക്കുക കേട്ടോ. ഒരു ഇൻക്രീസ് തരുന്നൊരു ദൈവമുണ്ട്, വളർത്തുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ആത്മീക ജീവിതത്തിനകത്ത് ഒരു വളർച്ച ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. വളരുമാറാക്കുന്ന ദൈവത്തെ കൂടുതലായി ആശ്രയിച്ചോ, കൂടുതൽ സമയം പ്രാർത്ഥിച്ചോ, കൂടുതൽ സമയം വചനത്തിൽ ആശ്രയിച്ചോ വളരുമാറാക്കുന്നൊരു ദൈവമുണ്ട്. എത്ര വലിയ സാഹചര്യങ്ങൾ പ്രതികൂലമായി നിന്നെന്ന് പറഞ്ഞാലും ദൈവം ഒരുവനെ വിശാലതയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ, ദൈവം ഒരുവനെ അഭിഷേകത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് കയറ്റിക്കൊണ്ട് വരുവാൻ തീരുമാനിച്ചാൽ ഒരു പ്രതിസന്ധിക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന വ്യക്തികളോട് ആത്മാവിലൊരു ദൂത് വിളിച്ചു പറയാം. ഈ മെസ്സേജ് കേട്ടതുപോലെ, ഈ വചനം കേട്ടതുപോലെ ഹൃദയത്തിനകത്ത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കരം ഈ ദിവസങ്ങളിൽ ആത്മീക ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. വളരുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന, അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ വചനമയച്ചിൻ്റെ മക്കളെ അവിടുന്ന് ജീവിപ്പിച്ചതിന് നന്ദി പറയുന്നു. വളരുമാറാക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് തിരുവചനത്തിൽ ഞങ്ങളെ മനസ്സിലാക്കി തന്ന് നന്ദി പറയുന്ന കർത്താവെ, പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആത്മീക ജീവിതത്തിനകത്ത് പിശാച് കളവിതയ്ക്കാൻ ശ്രമിക്കുന്ന എല്ലാ വിധകളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ഈ സന്ദേശം കേട്ട ഒരു വ്യക്തി പോലും ആത്മീക ജീവിതത്തിൽ ഡ്രൈനസ് അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കും. ഞങ്ങളുടെ വരവിനായി ഞങ്ങളെ ഒരുക്കും. പ്രയർ റിക്വസ്റ്റ് അയച്ച എല്ലാ വ്യക്തികളെയും ഇവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.